മദ്രാസിൽ വെച്ചിട്ട് ബൈ ചാൻസിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞ്, ചേട്ടൻ ഇങ്ങനെ റാംജി റാവു സ്പീക്കിംഗ് എന്ന് മാറിയടാ, പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞിടാ. അതിനകത്ത് വേറൊരു സിനിമയിൽ അഡ്വാൻസ് മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ റോളൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ അതേ സ്ലാങ്ങിലൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അയ്യോ, ഇത് ഗംഭീര റോളാന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇത് ലൈഫ് ടൈം റോളെന്ന് പറയും, ഇതിൻ്റെ ചേട്ടൻ്റെ തലവരെ മാറുന്ന റോളാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി എന്തൊക്കെയോ ജോഷിയേട്ടനെയൊക്കെ വിളിച്ചിട്ട് ജോഷിയേട്ടൻ പറഞ്ഞ് ചെയ്തോടാന്ന് പറഞ്ഞു കാണും. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ചെയ്യാടാ. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് വിളി, നിങ്ങളെയൊന്നും പറയാനൊക്കത്തില്ല, അടുത്ത അഡ്വാൻസ് മേടിച്ചോണ്ട് വേറെ വീണ്ടും തരികിട വരും. അവിടെ നിന്നുണ്ട്, അന്ന് STD ആണ്. വിളിച്ചിട്ട് പാച്ചിക്കാന്ന് പ്രൊഡ്യൂസറാ. അപ്പം പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുകേഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്നസെൻ്റ്, അയ്യോ നമ്മൾ എന്ത് ചെയ്യാനൊക്കും, പുള്ളിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാൻ പറഞ്ഞു, ഞാൻ ഇന്നസെൻ്റാണ്, ഞാനത് ചെയ്യാൻ കേട്ടോ. അവിടെ വെച്ചിട്ടാണ് മാന്നാർ മത്തായി എന്ന് പറഞ്ഞ ചരിത്രപ്രധാനമായ മലയാള സിനിമയുടെ വഴിത്തിരിവായ റാംജി റാവു സ്പീക്കിങ്ങിൽ ചേട്ടൻ വരുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത്, ആദ്യമായിട്ട് തിയേറ്ററിൽ ആ സിനിമ കണ്ട ശേഷം കണ്ണു നിറഞ്ഞാണ് ഇന്നസെന്റ് ഇരുന്നത്. കാരണം ഹീറോ ക്യാരക്ടറിന് അത്രയും ക്ലാപ്സ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത്